കൂട്ടുമുഖം താഴെപ്പാലം ഉദ്ഘാടനം ചെയ്തു. ജോൺ ബ്രിട്ടാസ് എംപിയുടെ പ്രാദേശിക വികസന നിധിയിൽ നിന്ന് അനുവദിച്ച 20 ലക്ഷം രൂപ തുകയിൽ നിന്നുമാണ് നിർമ്മാണം നടത്തിയത്. പാലത്തിന്റെ ഉദ്ഘാടനം ജോൺ ബ്രിട്ടാസ് എംപി നിർവഹിച്ചു. ജോൺ ബ്രിട്ടാസ് എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച കൂട്ടുമുഖം താഴെപ്പാലം ജോൺ ബ്രിട്ടാസ് എംപി ഉദ്ഘാടനം ചെയ്തു. ഏറെക്കാലമായി കൂട്ടുമുഖം പയ്യാവൂർ റോഡിലേക്ക് സംഗമിക്കുന്ന ഈ റോഡ് വീതി കുറഞ്ഞ് കെട്ടിടങ്ങൾക്ക് ഇടയിൽപ്പെട്ട് ശോചനീയമായ അവസ്ഥയിലായിരുന്നു. എൻട്രൻസ് ഭാഗം തന്നെ അന്നുണ്ടായിരുന്ന പാലവും ശോചനീയാവസ്ഥയിലായതോടെ നാട്ടുകാർ ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. ജോൺ ബ്രിട്ടാസ് എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 20 ലക്ഷം രൂപ ചെലവിലാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ ഷൈജു സ്വാഗതം പറഞ്ഞു. വാർഡ് കൗൺസിലർ ജമുന വി അധ്യക്ഷയായി. പാലത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച് ജോൺ ബ്രിട്ടാസ് എംപി സംസാരിച്ചു. എന്നെ നിർബന്ധിച്ചു. കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിലെ പദ്ധതികൾക്ക് വേണ്ടി മാത്രം പണം മുടക്കുന്നത് ഉചിതമല്ല. കേരളത്തിലുടനീളം ഒരുപാട് ആവശ്യങ്ങളുണ്ട് എന്ന് പലരും എന്നെ ഓർമ്മപ്പെടുത്തുമ്പോഴും MC എന്നെ ഇങ്ങോട്ട് തന്നെ വലിച്ചിഴച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഞാൻ കുടിയാമല വലിയരീക്കമല എന്നുള്ളൊരു സ്ഥലത്ത്, അറിയോ വലിയരീക്കമല? അറിയോ? എങ്ങനെ അറിയാമെന്ന് ചേച്ചിക്ക്? ഓ, ആള് അന്ന് നല്ല റോഡൊക്കെ ഉണ്ടായിരുന്ന അപ്പൊ നല്ല കുത്തനെയുള്ള സ്ഥലമാണ്. അവിടെ ഇപ്പൊ ഞാനൊരു സ്കൂളിന്റെ കെട്ടിടം ഉദ്ഘാടനം ചെയ്തിട്ട് വരിക. അതും അതിന്റെ പ്രചോദനവും പ്രകോപനവും MC തന്നെയാണ്. 24 ലക്ഷം രൂപ മുടക്കി ആ സ്കൂളിനൊരു കെട്ടിടം. എനിക്ക് വലിയ സന്തോഷം തോന്നി. എന്താ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ പയ്യന്നൂരിന്ന് ഈ വലിയരീക്കമലയിലേക്ക് പോകുമ്പോൾ 2-3 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ കണ്ടു. വലിയ സൗകര്യമുള്ള സ്കൂളുകൾ. പക്ഷെ അതേ സൗകര്യത്തിന് ആ മലമുകളിലുള്ള കുട്ടികൾക്കും പഠിക്കാനുള്ള സംവിധാനം അവിടെ ആയിക്കഴിഞ്ഞു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, നോക്ക്, നല്ല ട്യൂബ് ലൈറ്റ്, ഫാന്, നല്ല കോൺക്രീറ്റ് ബിൽഡിങ്. ഇനി അഥവാ കാറ്റടിച്ചാലും മഴ പെയ്താലും കുട്ടികൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇങ്ങനെയാണ് പൊതുവിദ്യാലയങ്ങളെ നമ്മൾ ചേർത്ത് നിർത്തേണ്ടത്. അതിൽ ഒരു ചെറിയൊരു സഹായം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതിൽ എനിക്ക് തന്നെ ഒരു സംതൃപ്തിയും സന്തോഷമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇതിനും മോശമല്ല. 20 ലക്ഷത്തിലേറെ ആയി പൈസ ഇല്ലേ MC ഇങ്ങനെ 16 ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വന്ന് ക്രോസ് ചെക്ക് ചെയ്തപ്പോ 20 തന്നെ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പാലം ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞ് MC തയ്യാറാക്കിയൊരു തിരക്കഥയുണ്ട്. അല്പം ദൂരെ പരിപാടി വെക്കാവുള്ളൂ. ഈ റോഡിലൂടെ തന്നെ എന്നെ നടത്തിക്കൊണ്ട് വരണം. നടന്നു വരുന്ന സമയത്ത് കണ്ടോ നമ്മുടെ ജനങ്ങളിൽ കഷ്ടത അനുഭവിക്കുന്നു. ചെളി ചവിട്ടിയല്ലേ MPയുടെ ചെരുപ്പ് തന്നെ ചെളിയിലായില്ലേ? അപ്പൊ 150 മീറ്ററും കൂടി നമുക്കൊന്ന് ശരിയാക്കണം എന്ന് MC പറഞ്ഞു. വളരെ സമർത്ഥമായിട്ടാണ് ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി MC നിൽക്കുന്നെന്നുള്ള കാര്യം എനിക്ക് ബോധ്യമായി. എനിക്ക് സന്തോഷമുണ്ട്. നമ്മുടെ നാട്ടുകാരാണ്, ഞാൻ ഈ നാട്ടുകാരനാണ്. നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യണം. ഇപ്പൊ രാജ്യസഭ അംഗമാണ്. രാജ്യസഭാ അംഗം എന്ന് പറയുമ്പോൾ കേരളത്തെ മുഴുവൻ പ്രതിദാനം ചെയ്യുന്ന ഒരംഗമാണ്. പക്ഷെ എങ്കിൽ പോലും എനിക്ക് ഈ നാടിനോട് സവിശേഷമായിട്ടുള്ള ഒരു സ്നേഹവും കടപ്പാടും. ഞാനെന്നുള്ള ഒരു പൊതുപ്രവർത്തകനെ രൂപപ്പെടുത്തിയത് ഈ നാടാണ്. അപ്പൊ ഞാനൊക്കെ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്തൊക്കെ ഇതിലൂടെ എത്രയോ പ്രാവശ്യം കടന്നു പോയിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ നാട്ടുകാർക്ക് സൗകര്യപ്രദമായ രീതിയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന പാലവും റോഡും ഒക്കെ ഉണ്ടാകണം. ഞാനിങ്ങനെ എന്നെ നിർബന്ധിച്ചു. കാരണം വെച്ചാല് നമ്മുടെ നാട്ടിലെ പദ്ധതികൾക്ക് വേണ്ടി മാത്രം പണം മുടക്കുന്നത് ഉചിതമല്ല. കേരളത്തിലുടനീളം ഒരുപാട് ആവശ്യങ്ങളുണ്ട് എന്ന് പലരും എന്നെ ഓർമ്മപ്പെടുത്തുമ്പോഴും MC എന്നെ ഇങ്ങോട്ട് തന്നെ വലിച്ചിഴച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഞാൻ കുടിയാമല വലിയരീക്കമല എന്നുള്ളൊരു സ്ഥലത്ത്, അറിയോ വലിയരീക്കമല? അറിയോ? എങ്ങനെ അറിയാമെന്ന് ചേച്ചിക്ക്?
ഓ ആള് അന്ന് നല്ല റോഡൊക്കെ ഉണ്ടായിരുന്ന ആ അപ്പൊ നല്ല കുത്തനെയുള്ള സ്ഥലമാണ്. ആ അവിടെ ഇപ്പൊ ഞാനൊരു സ്കൂളിന്റെ കെട്ടിടം ഉദ്ഘാടനം ചെയ്തിട്ട് വരിക. അതും അതിന്റെ പ്രചോദനവും പ്രകോപനവും MC തന്നെയാണ്. 24 ലക്ഷം രൂപ മുടക്കി ആ സ്കൂളിനൊരു കെട്ടിടം. എനിക്ക് വലിയ സന്തോഷം തോന്നി. എന്താ കാരണം എന്ന് വെച്ചാല് ഞാൻ ഈ പയ്യന്നൂരിന്ന് ഈ വലിയരി കമ്മിറ്റിയിലേക്ക് പോകുമ്പോൾ 2-3 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ കണ്ടു. വലിയ സൗകര്യമുള്ള സ്കൂളുകൾ. പക്ഷെ അതേ സൗകര്യത്തിന് ആ മലമുകളിലുള്ള കുട്ടികൾക്കും പഠിക്കാനുള്ള സംവിധാനം അവിടെ ആയിക്കഴിഞ്ഞു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, നോക്ക്, നല്ല ട്യൂബ് ലൈറ്റ്, ഫാന്, നല്ല കോൺക്രീറ്റ് ബിൽഡിങ്. ഇനി അഥവാ കാറ്റടിച്ചാലും മഴ പെയ്താലും കുട്ടികൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇങ്ങനെയാണ് പൊതുവിദ്യാലയങ്ങളെ നമ്മൾ ചേർത്ത് നിർത്തേണ്ടത്. അതിൽ ഒരു ചെറിയൊരു സഹായം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതിൽ എനിക്ക് തന്നെ ഒരു സംതൃപ്തിയും സന്തോഷവും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇതിനും മോശമല്ല. 20 ലക്ഷത്തിലേറെ ആയി പൈസ ഇല്ലേ MC ഇങ്ങനെ 16 ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വന്ന് ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ 20 തന്നെ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പാലം ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞ് MC തയ്യാറാക്കിയ ഒരു തിരക്കഥയുണ്ട്. അല്പം ദൂരെ പരിപാടി വെക്കാവുള്ളൂ, ഈ റോഡിലൂടെ തന്നെ എന്നെ നടത്തിക്കൊണ്ട് വരണം. നടന്നു വരുന്ന സമയത്ത് കണ്ടോ നമ്മുടെ ജനങ്ങളിൽ കഷ്ടത അനുഭവിക്കുന്നു, ചെളി ചവിട്ടിയല്ലേ MP-യുടെ ചെരുപ്പ് തന്നെ ചെളിയിലായില്ലേ. അപ്പൊ 150 മീറ്ററും കൂടി നമുക്കൊന്ന് ശരിയാക്കണം എന്ന് MC പറഞ്ഞു. അപ്പൊ വളരെ സമർത്ഥമായിട്ടാണ് ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി MC നിൽക്കുന്നെന്നുള്ള കാര്യം എനിക്ക് ബോധ്യമായി. എനിക്ക് സന്തോഷമുണ്ട്. നമ്മുടെ നാട്ടുകാരാണ്, ഞാൻ ഈ നാട്ടുകാരനാണ്. നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യണം. ഇപ്പൊ രാജ്യസഭാ അംഗമാണ്. രാജ്യസഭാ അംഗം എന്ന് പറയുമ്പോൾ കേരളത്തെ മുഴുവൻ പ്രതിദാനം ചെയ്യുന്ന ഒരംഗമാണ്. പക്ഷെ എങ്കിൽ പോലും എനിക്ക് ഈ നാടിനോട് സവിശേഷമായിട്ടുള്ള ഒരു സ്നേഹവും കടപ്പാടും. ഞാനെന്നുള്ള ഒരു പൊതുപ്രവർത്തകനെ രൂപപ്പെടുത്തിയത് ഈ നാടാണ്. അപ്പൊ ഞാനൊക്കെ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്തൊക്കെ ഇതിലൂടെ എത്രയോ പ്രാവശ്യം കടന്നു പോയിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ നാട്ടുകാർക്ക് സൗകര്യപ്രദമായ രീതിയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന പാലവും റോഡും ഒക്കെ ഉണ്ടാകണം. ഞാനിങ്ങനെ എത്രയോ വഴികളാണ് ടാറിംഗ് റോഡുകൾ. നമ്മുടെ നാട്ടിൽ ഒരുപാട് വികസനം വന്നു കഴിഞ്ഞു. ഇവിടെ ഇത് ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയുടെ ഭാഗമാണ്. അപ്പൊ യഥാർത്ഥം ഞാൻ വിചാരിച്ചു ശ്രീകണ്ഠപുരം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഡോക്ടർ KV ഫിലോമിന ഉണ്ടാവുന്നതാണ് വിചാരിച്ചത്. എന്താണ് അവർ വരാത്തത്? ജമുന എന്താണ് വരാത്തവർ? എന്ത് കൗൺസിൽ യോഗം? ജനങ്ങളുടെ ഒരു വികസന പ്രശ്നത്തിലല്ലേ അവർ നിൽക്കേണ്ടത്? വികസനത്തിന് വേണ്ടിയല്ലേ കൗൺസിൽ യോഗം. അപ്പൊ വികസനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലിന്റെ ഭാഗവാക്കാകാൻ വേണ്ടിയിട്ട് മുനിസിപ്പൽ ചെയർമാൻ തയ്യാറാകണ്ടേ? വിളിച്ചിരുന്നതാ. അപ്പൊ അത് ഇങ്ങനെ MP പറഞ്ഞെന്ന് പറയണം കേട്ടാ. എന്താ കാരണം വെച്ചാൽ അവര് വികസിപ്പിക്കേണ്ട ഒരു വഴി ഡൽഹിയിൽ നിന്ന് MP വന്ന് വികസിപ്പിക്കുമ്പോൾ അതിന്റെ ഭാഗമാക്കണം എന്നുള്ളത് അവർക്കും തോന്നേണ്ട കാര്യമാണ്. ഒരു രാഷ്ട്രീയമൊന്നുമില്ല. എന്താ കാരണം വെച്ചാൽ ഞാൻ പണ്ടും പറയാറുണ്ട്, നമ്മുടെ നാടിന്റെ വികസനത്തിന്റെ ഒരു കാര്യം വരുമ്പോൾ അവിടെ രാഷ്ട്രീയമൊന്നും വേണ്ടതില്ല. വികസനമാണ് നമ്മുടെ രാഷ്ട്രീയം. ഇവിടെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ആൾക്കാർ കിട്ടുന്നുണ്ട്. ജോസ് കെ മാണിയുടെ ആളല്ലേ? നമ്മുടെ സഖ്യകക്ഷിയായിട്ടാ. ഇതൊക്കെ പത്രത്തിൽ വാർത്തയൊക്കെ വരുന്നുണ്ടാവും. ശരിയല്ലേ? ശ്രദ്ധിച്ചിട്ടില്ല. ഭയങ്കര തന്ത്രശാലിയായിട്ടുള്ള. അപ്പൊ നമുക്ക് നാടിന്റെ ഒരു പ്രശ്നം, നാടിന്റെ വികസനം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എല്ലാവരും കൂടി ചേർന്ന് നിൽക്കണം. എന്താ കാരണം എന്ന് വെച്ചാല് ഞാൻ എൻ്റെ മാധ്യമ ജീവിതത്തിന്റെയും അതുപോലെ പൊതുജീവിതത്തിന്റെയും ഭാഗമായിട്ട് പാതിയിലേറെ, എൻ്റെ വയസ്സിന്റെ പാതിയിലേറെ ഭാഗം ഞാൻ ചെലവിട്ടത് ഉത്തരേന്ത്യയിലാണ്. അപ്പൊ ഉത്തരേന്ത്യയിലെ മിക്കവാറും സംസ്ഥാനങ്ങളിലൂടെയൊക്കെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. ഉത്തർപ്രദേശ്, ബീഹാർ, അങ്ങനെ അതിർത്തി, ജമ്മു കാശ്മീർ, എല്ലാ സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. ഇവിടെ മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ആരെങ്കിലും ഉണ്ട്? ഇവിടെ UP-യിലും അല്ല, നമ്മുടെ
സീനിയർ നേഴ്സ് ആ ഭാഗത്ത് വല്ലതും പോയിട്ടുണ്ടാ? ഇല്ല, പോയിട്ടില്ല. ആരും പോയിട്ടില്ല. ഇവിടെ പട്ടാളക്കാരൊന്നും ഇല്ല ഇവിടെ. സാധാരണ നമ്മുടെ നാട്ടിൽ ഏത് നാട്ടിൽ പോയാലും ഒരു പട്ടാളക്കാരനുണ്ടാവും. ഉണ്ടാ? ഇവിടെ വന്നിട്ടുണ്ടാ പരിപാടിക്ക്? ഇവിടെ കൈവപ്പിക്കൊന്ന് പട്ടാളക്കാരാന്നുള്ളത്? അവിടെ രണ്ടുപേര് നിൽക്കുകയാണ് ജവാന്മാര്. അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. അവിടെയൊക്കെ വികസനം എന്ന് പറയുന്ന പട്ടണത്തിൽ മാത്രമേ, ഗ്രാമങ്ങളിലെ ജനങ്ങളിലേക്ക് ഒരു വികസനം എത്തിയിട്ടില്ല. നല്ലൊരു സ്കൂളില്ല, നല്ലൊരു വായനശാലയില്ല, നല്ലൊരു വഴിയില്ല, നല്ലൊരു പാലമില്ല, ഒരു സൗകര്യമില്ല നമ്മുടെ നാട്ടിൽ. അപ്പൊ ഞാൻ അവരോട് പറയാറുണ്ട്, അവിടുത്തെ പ്രധാനപ്പെട്ട എംപിമാരോടൊക്കെയായിട്ട് സംസാരിക്കുന്നത് ഞാൻ പറയും, നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് വരണം. പല ആൾക്കാരോട് വന്നിട്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. BJPയുടെ എംപിമാർ, കോൺഗ്രസിന്റെ എംപിമാർ, അവരൊക്കെ വന്ന് അത്ഭുതപ്പെടുന്നു. എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഏത് കുഗ്രാമത്തിൽ പോയാലും അവിടെ ഒരു സ്കൂളുണ്ട്, ഒരു വായനശാലയുണ്ട്, ഒരു ഹെൽത്ത് സെന്റർ ഉണ്ട്, നല്ല ടാറിട്ട വഴിയുണ്ട്, നല്ല നാട്ടുകാരുണ്ട്. ഇതൊന്നും അവിടെ ഇല്ല. ഒരുപക്ഷെ ഇവിടുത്തെ പൊതുപ്രവർത്തകര് നമ്മുടെ നാടിന്റെ വികസനം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം ഒതുങ്ങാൻ പാടില്ല, അത് സമസ്ത തലങ്ങളിലും വേണമെന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയുള്ള ആൾക്കാർ. ഇപ്പൊ എനിക്ക് പല നിർദ്ദേശങ്ങളും വരാറുണ്ട്. അതായത് കോഴിക്കോട് നഗരത്തിൽ ഒരു പദ്ധതിക്ക് പൈസ കൊടുക്കണം, തിരുവനന്തപുരം നഗരത്തിൽ. ഞാൻ പറയാം അതൊക്കെ വേറെ. നാട്ടുംപുറത്ത് സാധാരണ ആൾക്കാർക്ക് അവരുടെ സൗകര്യം വർദ്ധിപ്പിക്കാൻ എന്തെങ്കിലും പദ്ധതി ഉണ്ടെങ്കിൽ പറയും. എന്താ കാരണം വെച്ചാൽ കോർപ്പറേഷനുകളൊക്കെ ഇഷ്ടംപടി പൈസയുള്ള ആൾക്കാരാണ് കോർപ്പറേഷൻ. അല്ലെങ്കിൽ സർക്കാരിന്റെ പദ്ധതികൾ ഉണ്ടാവും, കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ ഉണ്ടാവും. പക്ഷെ അതുപോലുള്ള പദ്ധതികൾ വളരെ കുറച്ച് മാത്രമേ നമ്മുടെ ഗ്രാമങ്ങളിലുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയാറുണ്ട്, ജനപ്രതിനിധികൾ എപ്പോഴും നമ്മുടെ നാട്ടുപുറത്തെയാണ് നമ്മൾ ചേർത്ത് നിർത്തിട്ട്. നഗരത്തിന്റെ വഴിക്ക് പോകും, ഒരുപാട് നികുതികളൊക്കെ കിട്ടും. പക്ഷെ നാട്ടുപുറത്ത് ഞാനിപ്പം KO പ്രദീപൻ, വിജിൽ മോഹനൻ, VC രവീന്ദ്രൻ, മീന P, EV തങ്കമണി, MC രാഘവൻ, MC ഹരിദാസൻ മാസ്റ്റർ, KP ഗംഗാധരൻ, സുനിൽകുമാർ TP, ആഗസ്റ്റ് ഇല്ലിക്കൽ, സിബി പണ്ടാരശ്ശേരിയിൽ, EK കൃഷ്ണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. പാലം നിർമ്മാണം നടത്തിയ PWD കോൺട്രാക്ടർ M ഹംസക്കുട്ടിയെയും വ്യാപാര സ്ഥാപനം പൊളിച്ചു നീക്കി പാലം നിർമ്മാണത്തിനായി സ്ഥലം അനുവദിച്ച മലഞ്ചരക്ക് വ്യാപാരി M മുഹമ്മദ് കുഞ്ഞിക്കുള്ള ഉപഹാരവും ജോൺ ബ്രിട്ടാസ് MP കൈമാറി. പാലം നിർമ്മാണത്തിന് ശേഷം ബാക്കി വന്ന റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ MPക്ക് നിവേദനവും കൈമാറി.